അങ്ങനെ ഒരു സ്കൂൾ വിദ്യാർത്ഥി അനുഭവം അയച്ചു തന്നിട്ടുണ്ട്. അച്ഛൻ്റെ അടുത്തിരുന്നായിരിക്കും എഴുതുന്നത്. ഫോണൊക്കെ ഉണ്ടാവും കയ്യിലല്ലേ? എന്താ കഥ? നമുക്ക് കേൾക്കാം. നമസ്കാരം സാർ, ഞാനൊരു വിദ്യാർത്ഥിയാണ്. എൻ്റെ പേര് ശ്രാവൺ കൈലാസ്. ഞാൻ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇനിയും ഞാൻ 10ാം ക്ലാസ്സിലേക്കാണ്. ഞാൻ എടുത്തു പറയാൻ കാര്യം, കണ്ണൻ എനിക്ക് കൂട്ടായി വരുന്നത് 9ാം ക്ലാസ്സിൽ വെച്ചാണ്. എൻ്റെ അമ്മയാണ് എന്നെ കണ്ണനിലേക്ക് കൂടുതൽ അടുപ്പിച്ചത്. ഇനിയും ഞാൻ എന്നെക്കുറിച്ച് പറയാം. ഞാൻ അധികം സംസാരിക്കുകയോ അധികം കൂട്ടുകൂടുകയോ ഒന്നുമില്ലായിരുന്നു. മിസ്സുമാർ പറയുന്നതെല്ലാം വീട്ടിലിരുന്ന് പഠിക്കും. പക്ഷേ എനിക്കൊന്നും മനസ്സിലാവില്ല. ഞാനത് ആരോടും പറയത്തില്ല. അമ്മയ്ക്ക് ഒരുപാട് വിഷമമായിരുന്നു. അമ്മ നാട്ടിലല്ല, പുറത്താണ് ജോലി ചെയ്യുന്നത്. ഞാൻ അച്ഛൻ്റെ കൂടാണ്. അമ്മ അവിടെ നിന്നാണ് എൻ്റെ കാര്യങ്ങളെല്ലാം മിസ്സുമായി സംസാരിക്കുന്നത്. അവരെല്ലാം പറയുമായിരുന്നു, കുട്ടി ഒരു സംശയവും ചോദിക്കുന്നില്ല, പഠിക്കാൻ വളരെ സ്ലോ ആണ്, എന്നാൽ വളരെ അച്ചടക്കമുള്ള കുട്ടിയാണെന്ന് പറയൂട്ടോ. ഞാൻ 8ാം ക്ലാസ് വരെ CBSE ആണ് പഠിച്ചത്. 9ാം ക്ലാസ്സിലാണ് കേരള സിലബസിൽ വന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ വർഷത്തെ ഓണത്തിന് എൻ്റെ അമ്മ നാട്ടിൽ വന്നു. അമ്മയുടെ കയ്യിൽ ഒരു കുഞ്ഞു കൃഷ്ണനുണ്ട്. അത് വീട്ടിൽ വിളക്ക് കത്തിക്കുന്നിടത്ത് അമ്മ എടുത്തു വെച്ചു. എന്നോടും അച്ഛനോട് പറഞ്ഞു, കണ്ണൻ്റെ മുന്നിൽ എന്നും തിരികെ കൊടുത്ത് പ്രാർത്ഥിക്കണം, അത് മുടങ്ങാൻ പാടില്ല എന്ന്. ഞങ്ങൾ അതുപോലെ ചെയ്യാൻ തുടങ്ങി. പിന്നെ എനിക്ക് കുടുംബക്ഷേത്രമുണ്ട്. അവിടെ ദേവിമാരാണ്. കൂട്ടത്തിൽ കണ്ണനുണ്ട്. ഞാനാണ് അവിടെ വിളക്ക് കൊടുക്കുന്നത്. ഇനിയും എൻ്റെയും എൻ്റെ അച്ഛൻ്റെയും അനുഭവം പറയട്ടെ. എൻ്റെ അച്ഛൻ്റെ കൈക്ക് ഷോൾഡർ ഭാഗത്ത് വേദനയുണ്ടായി. ഡോക്ടറെ കാണിച്ചപ്പോൾ സർജറി വേണമെന്ന് പറഞ്ഞിട്ടോ. കൈ മുകളിലേക്ക് ഉയർത്താൻ കഴിയില്ലായിരുന്നു. അച്ഛനൊരു ഇലക്ട്രീഷ്യനാണ്. ജോലിക്ക് പോകാതിരിക്കാൻ കഴിയില്ലായിരുന്നു. അങ്ങനെയാണ് ഒരു ദിവസം സാറിൻ്റെ അടുത്ത് എൻ്റെ അമ്മ ആടിയ എണ്ണയുടെ കാര്യം ചോദിച്ചിരുന്നു. സാർ ഒരു ചേട്ടനെ പരിചയപ്പെടുത്തി തന്നു. ആ ചേട്ടൻ വഴി ആടിയ എണ്ണ ഞങ്ങൾക്ക് കിട്ടി. അത് ദിവസവും നന്നായി പുരട്ടുകയും നാരായണീയത്തിലെ ശ്ലോകങ്ങൾ ചൊല്ലുകയും ചെയ്തു. ഇപ്പോൾ അച്ഛന് നന്നായി കൈ ഉയർത്താൻ കഴിയും. ഞങ്ങൾ പിന്നെ ഹോസ്പിറ്റലിൽ പോയില്ല കേട്ടോ. ഒരു ദിവസം പോലും അച്ഛൻ മുടങ്ങാതെ അസ്മിൻ പരാത്മൻ ശ്ലോകം ചൊല്ലുകയും ചെയ്യുന്നു. ഇനി എൻ്റെ കാര്യം പറയട്ടെ. അമ്മമാർ ചോദിക്കുന്നത് കേട്ടിട്ട് ഒരുപാട് നീണ്ടുപോയെങ്കിൽ ക്ഷമിക്കണമെന്ന്. ഇതും കൂടെ ഒന്ന് കേൾക്കണേ. ഇനി കണ്ണൻ എന്നെ സഹായിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് 1-2 നല്ല കൂട്ടുകാരെ കിട്ടിയിട്ടോ. നല്ല ടീച്ചർമാരെ കിട്ടി. പഠിത്തത്തോടുള്ള ഇഷ്ടം ഒരുപാടായി. സമയമെടുത്ത് പഠിക്കാൻ തുടങ്ങി. മിണ്ടാതിരുന്ന ഒരു കുട്ടിയിൽ നിന്ന് ഞാൻ ഒരുപാട് മാറി. പഴയ സ്കൂളിൽ വെച്ച് മിക്ക വിഷയത്തിനും തോറ്റിരുന്ന ഞാൻ അത്യാവശ്യം നല്ല മാർക്ക് മേടിക്കാൻ തുടങ്ങി. കണ്ണനും ഞാൻ എപ്പോഴും ചോക്ലേറ്റ് മിഠായി ഒക്കെ കൊടുക്കുമായിരുന്നു. റീടെസ്റ്റ് ഒന്നും എഴുതാതെ തന്നെ നല്ല മാർക്ക് വാങ്ങിക്കാൻ കണ്ണൻ എന്നെ സഹായിച്ചു. എന്താ കഥ? അച്ഛനും മോനും അമ്മയ്ക്കും, ദൂരെയുള്ള അമ്മയ്ക്കും എല്ലാവർക്കും കണ്ണൻ കൂട്ടിനുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു സുഖമുള്ള അനുഭവമായി. ശ്രവൺ, സന്തോഷമായിട്ട് ജീവിക്കുക, നല്ലോണം പോലെ പഠിക്കുക, നല്ല വ്യക്തിയാവുക കേട്ടോ. വേറെ ഒന്നും പറയാനില്ല. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം, ജോയിൻ ബട്ടണിലൂടെ വരിക. ഫേസ്ബുക്കിൻ്റെ കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഹരേ കൃഷ്ണ.